ഹലോ മേഡം. എന്തായി തന്റെ തീരുമാനം? ഞാൻ ആവശ്യപ്പെട്ട കാര്യം നടക്കുമോ? മേഡം, ഞാൻ യെസ് ഓർ നോ? യെസ്. ഗുഡ്. മേഡം, ഇതൊക്കെ പുറത്തായാൽ എനിക്ക് വലിയ കുഴപ്പമാണ് ഉണ്ടാവാൻ പോകുന്നത്. അമ്പലത്തില് ജോലിയൊക്കെ പോയെന്ന് വരും. അങ്ങനെ സംഭവിച്ചാൽ അവിടെ കിട്ടുന്നതിന്റെ ഇരട്ടി ശമ്പളത്തിൽ തന്നെ എന്റെ കമ്പനിയിൽ ഞാൻ നിയമിക്കും. അതെനിക്കറിയാം. അന്ന് അവരുടെ കല്യാണം നടന്ന ദിവസം താൻ സിദ്ധുവിനെ വിളിച്ചറിയിക്കുന്നതിന് പകരം എന്നെയാണ് വിളിച്ചറിയിച്ചിരുന്നതെങ്കിൽ ഇന്ന് ഈ പുകച്ചിൽ ഒന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. എല്ലാം അന്ന് തന്നെ അവസാനിപ്പിച്ചേനെ. അങ്ങനെ സംഭവിച്ചു പോയി മേഡം. ആ, രജിസ്റ്ററിലെ പേര് നീക്കം ചെയ്താൽ ഉടനെ തന്നെ എന്നെ അറിയിക്കണം. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. ശരി മേഡം. പിന്നെ ഈ പറയുന്നത് MLA സിദ്ധാർത്ഥനല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ പ്രഭാവതിയാ. എനിക്കറിയാം. തനിക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ലടോ, ഒന്നും. മേഡം, സാധിക്കുമെന്ന് ഉറപ്പുള്ള കാര്യം മാത്രമേ സമ്മതിക്കാവൂ. സമ്മതം പറഞ്ഞത് നടക്കാതെ വന്ന കുടുംബം, കുട്ടികള്, ജീവിതം, ആ സെന്റിമെന്റ്സ് ഒന്നും പിന്നെ പറയരുത്. ആ രജിസ്റ്ററിൽ നിന്നും 2 പേരുകൾ വെട്ടിമാറ്റാൻ പറ്റിയില്ലെങ്കിൽ സാധിച്ചു തരുമെന്ന് പറഞ്ഞവന്റെ തല പിന്നീട് ഈ ഭൂമിയിൽ ഒരു രജിസ്റ്ററിലും ഉണ്ടാവില്ല. ജീവനുണ്ടെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. അങ്ങനെയല്ല കുറുപ്പേ, അത് ചെയ്താലേ ജീവനോടെ ഉണ്ടാവൂ. ശരി, വാക്ക് മാറണ്ട. നന്ദു, നമ്മള് ഒരുപാട് വൈകിയോ? ആന്റി വഴക്കു പറയില്ലേ? വൈകിയതിന് വഴക്കു പറഞ്ഞാൽ നമ്മൾ കേട്ടല്ലേ പറ്റൂ. വാ, വാ. നിങ്ങളെന്താ ഇത്രയും വൈകിയത്? ഞാൻ നിങ്ങൾ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. വീട്ടിൽ ചെന്നപ്പോ അച്ഛനമ്മയ്ക്കൊക്കെ വലിയ സന്തോഷമായി. നന്ദുവാണ് എന്റെ ഭർത്താവെന്നൊക്കെ അച്ഛൻ ഇപ്പോഴാണല്ലോ അറിയുന്നത്. എല്ലാരുമായിട്ട് സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. സാരമില്ല. ആന്റി വന്നു ചേച്ചി? അമ്മ വന്നു. ആന്റി എന്തെങ്കിലും പറഞ്ഞോ? ദേഷ്യപ്പെടുക മറ്റോ ചെയ്തോ? നിങ്ങൾ എവിടെയെന്ന് ചോദിച്ചു. അമ്മയുടെ സ്വഭാവം അറിയാലോ, പതിവ് രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞു. എല്ലാത്തിനും ഞാൻ കൃത്യമായിട്ടുള്ള മറുപടിയും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ അമ്മ അങ്ങനെ ദേഷ്യപ്പെടുന്നില്ലെന്ന്? എപ്പോ പറഞ്ഞു? ഞാൻ കേട്ടില്ലല്ലോ. ഇല്ലേ? എന്നാ എനിക്ക് തോന്നിയതാവും. ആ ശരി ശരി, നിങ്ങൾ സംസാരിക്കുക, ഞാനിപ്പോ വരാം. നന്ദു എവിടെ പോകുന്നു? മുരളിയുടെ വീട് വരെ. നിക്കട അവിടെ. ദേ, മര്യാദക്ക് ഇവിടെ ഇരുന്നോണം. നിങ്ങൾ സംസാരിക്കാനോ? ഞാനാണോടെ ഇവിടെ കെട്ടിക്കൊണ്ടുവന്നേ? അയ്യോ, ഇതെന്ത് പാടാ? മോന്തയ്ക്ക് പാട് വീഴുണ്ടെങ്കിൽ ഭാര്യയെ വിളിച്ചോണ്ട് അകത്തേക്ക് പൊക്കോ. അല്ല, ഇപ്പൊ മുരളിയുടെ വീട് വരെ പോയ എന്താ കുഴപ്പം? ഇവിടെ അടുത്തല്ലേ? അങ്ങനെ ഇപ്പൊ പോകണ്ട. മുരളി അവിടെ അവന്റെ ഭാര്യയായിട്ട് കുശലം പറഞ്ഞോണ്ടിരിക്കുവായിരിക്കും. അവളെ ഒരമ്മയാവാൻ പോവാ. ഇവിടെ ഉടനെ വിശേഷങ്ങളൊക്കെ വേണം. അയ്യേ, ഈ ചേച്ചിയുടെ ഒരു കാര്യം. വാ വാ വാ, വിശേഷം പറയാനുണ്ട്. എന്താ? വാന്നേ.
വിശേഷാവണ്ടേ? ചേച്ചി പറഞ്ഞു കേട്ടില്ലേ? എന്ത്? മൂത്തവര് പറഞ്ഞ നമ്മളത് അനുസരിക്കണ്ടേ? ഒന്നാലോചിച്ച വല്ലാത്ത തലവേദന പിടിച്ച സംഗതിയാ. എന്ത്? എന്താ തലവേദന പിടിച്ച സംഗതി? അല്ല, ഈ പ്രണയേ ഹോ, എന്തൊക്കെ പൊല്ലാപ്പുകളാ, എന്തൊക്കെ ചുറ്റിക്കളികളാ. ഈ കല്യാണം വരെ എത്തിക്കാൻ എന്തൊക്കെ അഭ്യാസങ്ങളാ. അത് കഴിഞ്ഞ് എന്തുമാത്രം ഓട്ടപ്പാച്ചിലുകൾ. ഞാൻ അതിന് അങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടോ എന്നെ വന്നൊന്ന് പ്രേമിക്കണോന്ന്? ആ ഇടി, ഞാൻ നമ്മുടെ കാര്യമല്ല ഈ പറഞ്ഞത്. എന്റെ പൊന്നോ, ആ നന്ദന്റെയും ദേവികയുടെ അവസ്ഥ ഓർത്ത് പറഞ്ഞത്. സത്യം അല്ലല്ല, എന്നെയും കൂടെ ചേർത്ത് തന്നെയാ പറഞ്ഞ് പ്രണയം തലവേദനയെന്നൊക്കെ. എന്നിട്ടിപ്പോ ഉരുണ്ട് കളിക്കോ? പ്രേമിച്ച് കല്യാണം കഴിച്ചതൊക്കെ ദുരിതമാണെന്നല്ലേ ഉദ്ദേശിച്ചത്? അയ്യ അല്ല, നീ കഴിച്ചേ. എനിക്ക് വേണ്ട. വേണമെങ്കിൽ എന്റെ മുത്തേ, നമ്മുടെ കാര്യമല്ല ഈ പറഞ്ഞത്. നമ്മുടെ പ്രണയം ദുരിതത്തിലാണെന്നും തലവേദനയാണെന്നൊക്കെ ഞാൻ പറയൂ. എത്ര സുന്ദരമായിരുന്നു അംഗനവാടി ടീച്ചറെ പ്രണയിച്ച ഈ ഓട്ടോക്കാരന്റെ കഥ. നീ അംഗനവാടി പോകുന്ന സമയം നോക്കി നിൽക്കുമായിരുന്നു ഞാൻ. ആ സമയത്ത് ആരെങ്കിലും ഓട്ടം വിളിച്ച വണ്ടി കേടാണെന്ന് പറഞ്ഞ് പോവില്ല. എന്നിട്ട് ടീച്ചർ വരുമ്പം വണ്ടി എടുത്തോണ്ട് ഒരൊറ്റ പോക്ക. ഈ സ്റ്റാൻഡിലെ എല്ലാവർക്കും അറിയായിരുന്നു നീ എന്റെ മീനുക്കുട്ടിയാണെന്ന്. മീനുക്കുട്ടിയോ? ആ, ഈ സുധിയുടെ മീനുക്കുട്ടി. സുധി, മീനുക്കുട്ടി, I love you. അതൊക്കെ പറ, അമ്മ കേക്കും. അതൊന്നും കുഴപ്പമില്ല. നീ കഴിച്ച അതെ, 8-9 മാസം കഴിയുമ്പോഴേ പുതിയൊരാളും കൂടി വരും. പിന്നെ നമുക്ക് പ്രമോഷൻ അല്ലേ. ഭാര്യയും ഭർത്താവും എന്നുള്ളത് അച്ഛനും അമ്മയായിട്ടങ്ങ് മാറും. കവിണയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കടമിഴിയിൽ കവിതയുമായി വാ വാ എന്റെ ഗാഥേ. എന്താടാ ഈ അമ്മയ്ക്ക് മാമ്പഴം അവൾക്ക് കൊടുക്ക്. അവള് കഴിച്ചു. ഇനി വേണോ ഗൗരി? വേണ്ട, വയറ് നിറഞ്ഞു. വെച്ചിട്ട് പോവാം. അപ്പൊ അമ്മ എപ്പോഴാ വന്നത്? കുറെ നേരമായോ? ഞാനിപ്പോ ഒന്ന് കയറിയുള്ളൂ. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ഏയ്, ഒന്നും സംഭവിച്ചില്ല. വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അമ്മേ, അവിടെ കാര്യങ്ങളൊക്കെ എന്തായി? പകല് പ്രഭകുഞ്ഞ് പുറത്തായിരുന്നു. എവിടെയോ പോയി ആരെയോ കണ്ടിട്ടുണ്ട്. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷെ എന്തോ ചില നീക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അതുറപ്പാ. എന്ത് നീക്കം നടത്തിയാലും നന്ദൻ വേണ്ടതുപോലെയൊക്കെ ചെയ്തോളൂ. ദേവികയെ ബുദ്ധിപരമായിട്ട് ഇവിടുന്ന് മാറ്റി നിർത്തിയിട്ട് കൃത്യസമയത്ത് എല്ലാരെയും ഞെട്ടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നില്ലേ? അവൻ ഉറപ്പിച്ചാ നിൽക്കുന്നതെന്ന് ആന്റിക്ക് മനസ്സിലായിട്ടുണ്ടാവും. രജനി മോള് കാര്യങ്ങളൊക്കെ നേരെയാക്കാൻ മുൻകൈ എടുത്ത് നിൽക്കുന്നുണ്ട്. അതൊരു ആശ്വാസ. മോള് പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന. അതൊരു നല്ല തീരുമാനാ. ഊണുമേശയിൽ എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നാ എന്റെ പ്രാർത്ഥന. അത് നടക്കും. അമ്മ നോക്കിയോ, എല്ലാം ശരിയാവും. മോളെ, നീ ഇങ്ങ് വന്നേ.
പാട്ടും ഡാൻസൊക്കെ നന്നായിരുന്നു. പാട്ടിനിടയിലേ ഓടുമ്പോ തട്ടിമറിയാതെ സൂക്ഷിക്കണം. എന്താ അമ്മേ? അല്ല, ചന്ദ്രോത്തെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന നല്ല തീരുമാനാന്ന് പറഞ്ഞതാ. അതെ അതെ അതെ, നല്ല തീരുമാന. അല്ല, ഈ ചന്ദ്രോത്ത് ഭക്ഷണം കഴിക്കുന്നത് നല്ല തീരുമാനമാണെന്ന് നിന്റെ ചെവിയിലൊന്നും പറയേണ്ട കാര്യം എന്ത്? എന്തായാലും ഭാഗ്യം, നമ്മുടെ ഡാൻസ് പരിപാടിയൊന്നും കണ്ടില്ല. ഒന്ന് തന്നാലുണ്ടല്ലോ, അമ്മയെല്ലാം കണ്ടു. ഏയ് ആ, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഈ പണങ്ങാൻ കൊണ്ടൊരു സമയം. ഇതോടെ കഴിച്ചേ. ഒറ്റയ്ക്ക് ഇരുന്നങ്ങ് കഴിച്ചാ മതി. നമ്മള് നാണക്കേടായോ? നാണക്കേടെന്ത്? നന്ദനവിടെ? ദേവിക വിളിച്ചില്ലേ? വിളിച്ചു. ദേ വരുന്നു പറഞ്ഞതാണല്ലോ. നന്ദ, എടാ നന്ദ, ചേച്ചി എത്ര നേരം അച്ഛൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വേഗം വാ. ചേച്ചി. ആ, എല്ലാം എടുത്തു വെച്ചല്ലോ അല്ലേ? വെള്ളം എടുക്കണം. ആ, ഞാൻ എടുക്കാം. ചേച്ചി, ആന്റിയെ വിളിച്ചില്ലേ? ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ പോയി അമ്മയെ വിളിച്ചു നോക്കാം. വരൂ ഇല്ലേന്ന് അറിയില്ല. ആന്റി വരാതെ നമ്മൾ കഴിക്കാൻ പാടില്ല. ശരി, ഞാൻ പോയി കാല് പിടിച്ചിട്ടാണെങ്കിലും കൊണ്ടുവരാം. പോരെ? അച്ഛൻ കഴിച്ചു തുടങ്ങട്ടെ. എടാ നന്ദൊന്ന് വേഗം വാ. ആന്റി വരില്ലേ അച്ഛാ? നമുക്ക് കഴിച്ചു തുടങ്ങാം അല്ലേ? അമ്മ എന്താ വരാത്തത്? എല്ലാരും അമ്മയെ കാത്തിരിക്കുക. എന്തിനാ കൂട്ടത്തോടെ എന്നെ ആഗ്രഹിച്ചു നിൽക്കുന്നത്? വളഞ്ഞിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്താനാണോ? ഇതെന്താ അമ്മയെ പറയുന്നേ? ഭക്ഷണം വിളമ്പി വെച്ചു, അച്ഛൻ വന്നിരിക്കുക. നിങ്ങളുടെ അച്ഛനിന്ന് സുഖമായിട്ട് കഴിക്കാം, സമാധാനമായിട്ട് കിടന്നുറങ്ങാം. സിദ്ധുവിന് മാത്രമല്ല, ഇവിടെ ഞാൻ ഒഴികെ എല്ലാവർക്കും അതേ മാനസികാവസ്ഥയാണല്ലോ. അമ്മയ്ക്ക് എന്താ അങ്ങനെ ഒരു മനസ്സ് വരാത്തത്? മറ്റാരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞിട്ടാണോ? ഇന്ന് ഈ വീട്ടിലെ സന്തോഷം അമ്മ ഏറ്റുകെടുത്തരുത്. അതെടി, ഞാനിപ്പോ നിനക്കൊക്കെ സമാധാനക്കേടാ. നിന്റെ ശബ്ദം എനിക്ക് മുകളിൽ ഉയർന്നു പൊങ്ങാൻ തുടങ്ങിയിട്ട് ഒരുപാട് ദിവസങ്ങളൊന്നും ആയിട്ടില്ല. ഈ ധൈര്യം നിനക്ക് കിട്ടിയത് എങ്ങനെയാണെന്നും എനിക്കറിയാം. അമ്മ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടോ? എല്ലാവർക്കും ഒപ്പം ഇരുന്ന് കഴിക്കാനുള്ള നാണക്കേട് ഓർത്തിട്ടാണ് റൂമിലേക്ക് എടുത്തു വെക്കട്ടെ ഞാൻ. നീ എന്താടി എന്നെ പരിഹസിക്കാണോ? ഇതിലെന്താ എത്ര പരിഹാസം? ആഹാരം കഴിക്കാൻ വിളിക്കുന്നതും നിർബന്ധിക്കുന്നതും പരിഹാസമാണോ? ഞാനൊന്നും പറയുന്നില്ല. അമ്മയ്ക്ക് വേണ്ടപ്പോ എന്നോട് പറഞ്ഞാ മതി, ഞാനെടുത്ത് തന്നേക്കാം. എല്ലാവർക്കും ഒപ്പം കഴിക്കാൻ എനിക്ക് നാണക്കേടാണത്രേ. എന്റെ വീട്ടിൽ എനിക്കൊപ്പം ആര് കഴിക്കണം കഴിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാ.
അച്ഛന്റെ നന്ദൂട്ടൻ എവിടെയാ? വിളിച്ചിട്ടെന്താ വരാത്തെ? അല്ല, നന്ദൻ ഇതുവരെ വന്നില്ലേ? ഇവൻ എന്ന് ആ വേണ്ട വേണ്ട, എന്റെ ഭർത്താവിന്റെ ദേഹത്ത് തൊട്ട് കളിക്കണ്ട. എന്താടി? എന്താ നീ പറഞ്ഞേ? ഓഹോ, തുടങ്ങിയോ നാത്തൂമ്പോര്? തുടങ്ങേണ്ട സമയമായി അല്ലേ അച്ഛാ? ഓ അങ്ങനെയാണോ? എന്നാ നീ തന്നെ പോയി വിളിച്ചാ മതി നിന്റെ കെട്ടിയോനെ. അയ്യോ ചേച്ചി, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. ചേച്ചി പോയി വിളിച്ചു അനീനെ. എനിക്ക് സൗകര്യമില്ല. അങ്ങനെ ചന്ദ്രോത്ത പെമ്പിളരോട് മുട്ടാൻ ആരും വരണ്ട, അല്ലേ അച്ഛാ? ചേച്ചി അയ്യോ, ഇപ്പൊ ഞാനും ചന്ദ്രോത്തയല്ലേ? ആ ദേ, ഇത് മുഴുവനും കഴിക്കണം. എന്താ നോക്കുന്നേ? ഇന്നും കൂടി ഇങ്ങനെ വാരിത്തരും. നാളെ മുതൽ ഒറ്റയ്ക്ക് കഴിച്ചോണം, കേട്ടല്ലോ? അതെ, എനിക്കെന്റെ ഭർത്താവിന്റെ കാര്യം കൂടി ശ്രദ്ധിക്കണ്ടേ? ഇപ്പൊ തന്നെ എത്ര നേരമായി വിളിച്ചിട്ട്? വന്നോ? ചെവിക്ക് പിടിച്ച് ഇവിടെ കൊണ്ടിരുത്തി ഭക്ഷണം കഴിപ്പിക്കണ്ടേ? പെട്ടെന്ന് കഴിക്ക്. ആ എഴുന്നേക്കടി. നിന്നോട് ആരാ പറഞ്ഞത് എന്റെ ഭർത്താവിനെ ഊട്ടിക്കൊടുക്കാൻ? തെരുവില് തെണ്ടി നടക്കുന്ന ഭിക്ഷക്കാരന്റെ മകളല്ല ചന്ദ്രോത്ത സിദ്ധാർത്ഥൻ ഊട്ടിക്കൊടുക്കേണ്ടത്. അതെങ്ങനെയാ? ഓരും പേരും ഇല്ലാതെ തെണ്ടി നടന്നിട്ട് വലിയ വീട്ടിൽ എങ്ങനെ മര്യാദ കാണിക്കണമെന്നറിയാനാ? എന്താ അമ്മേ പറയുന്നത്? ദേവിക എന്നെ പോലെ സിദ്ധുവിന്റെ മക്കള് രജനിയും നന്ദനുവാ. വേറെ ആരും അങ്ങനെ മകള് ചമയണ്ട. നിനക്കെന്താ അച്ഛൻ ആഹാരം കൊടുക്കാൻ മടുപ്പായി തുടങ്ങിയോ? അമ്മേ, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന മോശമാണ്. ഇവള് ചെയ്യുന്നതിനേക്കാളും മോശം പ്രവൃത്തി ഈ ലോകത്ത് വേറെന്തുണ്ട്? അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടത്? ദേവിക അച്ഛന് ആഹാരം കൊടുക്കരുത്, അത്രയല്ലേ വേണ്ടൂ? ഞാൻ കൊടുത്തോളാം. ദേവികെ, നീ ഇപ്പൊ നന്ദനെ വിളിച്ചിട്ടോ? ചെല്ല്. ആ അമ്മ ഇരിക്കും. വന്ന് നിൽക്കുകയാണോ? എത്ര നേരമായി വിളിക്കുന്നു? അകത്ത് നെറ്റ് ഇഷ്യൂ, ഒരു മെയിലിന് വേണ്ടി വന്നതാ. അമ്മ ഇരിക്കുന്നില്ലേ? അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ റൂമിൽ തരാന്ന് പറഞ്ഞല്ലേ? ഇവിടെ നിന്ന പ്രശ്നമാവും. ആന്റി വന്നു. എന്താ പ്രശ്നം? പ്രശ്നമാവുന്നതിന് മുൻപ് വാ. അച്ഛൻ കഴിച്ചു തുടങ്ങി. ദേ ഇപ്പൊ ആന്റി വന്നു. രജനീച്ചി എത്ര നേരായിട്ട് വിളിക്കുന്നു. കഴിഞ്ഞു പോ. അല്ല,
അമ്മയുടെ ദേഷ്യമൊക്കെ മാറിയോ? മൂടെങ്ങനെ? വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്കും എല്ലാം ശരിയാവും. അങ്ങനെ ആയാ മതിയായിരുന്നു അല്ലേ? വാ. വാ. മതിയായോ? നന്ദ, ആ എത്ര നേരിട്ട് വിളിക്കുന്നടാ? അമ്മ അച്ഛൻ എത്ര നേരിട്ട് നിനക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണെന്ന് അറിയോ? നീ ഇരിക്കെ. നീ എന്താ നിക്കുന്നേ? ഇരിക്കെ. നീ എന്താ പേടിച്ച് നിക്കുന്നേ? അങ്ങോട്ട് ഇരിക്കടി പെണ്ണെ. എടാ നന്ദ, നീ എന്ത് ഭർത്താവാടാ? ഭാര്യയുടെ അങ്ങോട്ട് ഇരിക്കാൻ പറ. നമ്മളെ കുടുംബത്തില് ആദ്യമായിട്ടല്ലേ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നേ? ദേവി, ഇരിക്കും. ഞാൻ ഈ പ്ലേറ്റ് കൊണ്ട് വെച്ചിട്ട് വരാം. എന്ത് ധൃതിയായിരുന്നു ആഹാരം കഴിക്കാൻ വിളിച്ചോണ്ട് വരാൻ. ഒരാള് പോലും ആഹാരം തരാനില്ലല്ലോ.